എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലിരിക്കുന്ന മണ്ണൂർ രാജകുമാരനുണ്ണി സാർ, സോമശേഖരൻ, അതുപോലെ പ്രഗത്ഭരായ വ്യക്തികളെ, എൻ്റെ നാട്ടുകാരെ, അതായത് നിങ്ങളില്ലാതെ ഞാനുണ്ട്, നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനില്ല. 55 വർഷം മുമ്പ് നമ്മുടെ സാധാരണ വീടുകളിൽ ഒരു റേഡിയോ പോലും ഇല്ലാത്ത കാലത്ത് എവിടെ നിന്നോ ഒഴുകി വരുന്ന ഉച്ചഭാഷണിയിലൂടെയോ കല്യാണത്തിൻ്റെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നോ കേൾക്കുന്ന പാട്ടുകളുടെ ഓരോ വശങ്ങൾ മാത്രം, പല്ലവി, ചിലപ്പോൾ ഒരു പല്ലവി മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അനുപല്ലവി പഠിച്ചിട്ടുണ്ടാവില്ല, അതും വെച്ച് പാടി നടന്നിരുന്നു. അന്നാരുമില്ല ഇവിടെ, തബല വായിക്കാൻ ആളില്ല, ആരുടെ കയ്യിലും ഒരു ഹാർമോണിയം പോലുമില്ല. അന്നത്തെ നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിനെ പറ്റി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും. ഇന്നത്തെ ഒരു വികസനവുമില്ല. എല്ലാം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പാട്ടിനെ പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല. അന്ന് ഗന്ധർവൻ പാടിത്തുടങ്ങിയ കാലം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പുറത്തു വരുന്നുണ്ട്, എവിടേക്കോ കേൾക്കണമെന്നുണ്ട്. അതൊന്നും വീണ്ടും കേൾക്കാൻ പറ്റാത്ത കാലത്താണ് ഞങ്ങൾ കേരള സൗണ്ട് ദേവസ്യേട്ടൻ എന്നൊരാളായിരുന്നു, നിലങ്കാവിൽ ദേവസി. അദ്ദേഹത്തിൻ്റെ 40 വാട്ട്സ് ആഹൂജ ആംപ്ലിഫയറും ഒരു ഷുവർ മൈക്കും പിന്നെ 3-4 AUD 77 മൈക്കൊക്കെ വെച്ച് പാടിയിരുന്നു. അതെങ്ങനെ പാടി എന്നിപ്പോൾ ആലോചിക്കാൻ വയ്യ. ഇപ്പം ഇവിടെ ഒരു 4,000 വാട്ട്സ് ഷാജു ക്രമീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. അന്നൊക്കെ 4,000-5,000 വാട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. 40 വാട്ട്സിൻ്റെ ആഹൂജ, ഏറിക്കഴിഞ്ഞാൽ 60 വാട്ട്സിൻ്റെ ആഹൂജ, അതിന് മേലെ ആംപ്ലിഫയർ ഇല്ല. ദേവസ്യേട്ടൻ ഗാനമേളയ്ക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതല്ലാതെ അതൊക്കെ സമ്മേളനങ്ങൾക്കും കല്യാണങ്ങൾക്കും മറ്റ് വലിയ വലിയ പരിപാടികൾക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള ആ സൗണ്ടിലാണ് ഞങ്ങൾ പാടിയിരുന്നത്. അന്ന് തബല വായിക്കാൻ ആളില്ല, പെട്ടി വായിക്കാൻ ആളില്ല, സ്വന്തമായ ഒരു പെട്ടി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിശ്വസനീയം. നിങ്ങൾ ഇതുവരെ ഞങ്ങളെ എങ്ങനെ സഹിച്ചു? നമ്മുടെ തൃശ്ശൂർക്കാരായിട്ടുള്ള പഴയ കാരണവന്മാർ കുറേ പേര് മൺമറഞ്ഞു പോയി. അവരൊക്കെ അവരോട് എങ്ങനെ നന്ദി പറയും? അവരെങ്ങനെ നമ്മളെ പിടിച്ചു നിർത്തി? അത്ര ഒരു സാങ്കേതികതയോ യാതൊന്നുമില്ലാത്ത കാലത്താണ് ഞങ്ങൾ പാടിയിരുന്നത്. എന്നിട്ടും ഞങ്ങൾ പാടി 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 അങ്ങനെ നടന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഗാനഗന്ധർവൻ യേശുദാസിന് വല്ലപ്പോഴും ഒരു റെക്കോർഡിങ് പാടിയാൽ മതി. പക്ഷെ ആ പാട്ട് 10,000 പിന്നെ പാടി 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 ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു കൂട്ടരാണ് ഈ മിമിക്രിക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് അതുപോലെ പാടാൻ പറ്റില്ല. അദ്ദേഹം പാടി വെച്ചത് ഫൈനലാണ്. ദേവരാജൻ മാഷ് പറഞ്ഞ പോലെ, സന്യാസിനി നീയൊന്നും പാടണ്ട, സന്യാസിനി നീ പാടണ്ട, അത് അവൻ പാടി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ നീ പാടണേ, നീ വേറെ എന്തെങ്കിലും പാട് എന്ന് പറയും ദേവരാജൻ മാഷ്. ശരിയാണ്, സന്യാസിനി പാടണ്ട, പക്ഷെ നമുക്കത് പാടാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മളത് വളരെ നാണം കെട്ടും, അത് പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് മുമ്പിൽ നമ്മൾ അത് കെട്ടിച്ചമഞ്ഞ് വന്ന് എന്തൊക്കെയോ പാടിയിരുന്നൊരു കാലങ്ങളാണ്. ഇപ്പം അത് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. എങ്കിലും 52-55 കൊല്ലം അവിടുന്ന് അങ്ങനെ വളർന്ന് ഇപ്പം 20,000-25,000 വാട്ട്സിൽ വന്നൊക്കെയാണ് ഒരു ഗാനമേള. വളരെയധികം പുരോഗമിച്ചു, വളരെ വലിയൊരു സമൂഹമായി ഒരുപാട്. പക്ഷേ ഞങ്ങളെയൊക്കെ നിലനിർത്തിയ ഈ മണ്ണിൻ്റെ കുറേ കാരണവന്മാരും കുറേ കുടുംബങ്ങളും അവരൊക്കെ മൺമറഞ്ഞു പോയെങ്കിലും അവരുടെ ഓർമ്മകൾക്ക് മേലെ, അവരുടെ അനുഗ്രഹങ്ങൾക്ക് മേലെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണം. അപ്പോൾ ഈ നാദബ്രഹ്മം തുടങ്ങിയിട്ട് 36 വർഷം ആയി. ഈ 36 വർഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നടയിൽ, കിഴക്കേ നടയിൽ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ 36 വർഷമായിട്ട് അഖണ്ഡമായിട്ട് തടസ്സമില്ലാതെ
പരിപാടി നടത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ആർക്ക് സാധിച്ചിരിക്കും? ആർക്കും സാധിച്ചിട്ടില്ല. അതിന് വേണ്ട ക്ഷമ. അന്ന് പാടുന്ന കാലത്തൊക്കെ ഒരു പബ്ലിസിറ്റി ഇല്ല. നാദബ്രഹ്മ തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. അത് മുടങ്ങാതെ അതിൻ്റെ ആൾക്കാർ അത് കൊണ്ടു നടന്നു. വലിയൊരു ത്യാഗമാണ് നാദബ്രഹ്മത്തിനെ പറ്റി പറയുകയാണെങ്കിൽ. ആരും ഇന്ന് വരെ ചെയ്തിട്ടില്ല. തൃശ്ശൂർ അങ്ങനെ ഒരു സംഘടനയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ അറിവിലില്ല. അവരുടെ പല പ്രവർത്തനങ്ങളിലും ഞാനും സഹകരിച്ചിട്ടുണ്ട്. നാദപുരത്തിൻ്റെ ഒരു വെൽവിഷറാണ് ഞാൻ. ഇത്രയും വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അടുത്ത കാലം വരെ അതിൽ വായിച്ചിരുന്നതിലും ഓരോ ഇൻസ്ട്രുമെൻ്റ് പ്ലെയേഴ്സും സൗണ്ടും എല്ലാം അതൊരുക്കി ആഗസ്റ്റ് 15-ാം തീയതി രാവിലെ തുടങ്ങിയിരിക്കും. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വന്ന് നോക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. നാദബ്രഹ്മത്തിൻ്റെ പരിപാടി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിൽ നാദബ്രഹ്മം 35 വർഷം കഴിഞ്ഞു, പാടിക്കഴിഞ്ഞു. ഞാനും പങ്കാളികളാവാറുണ്ട്. അതൊരു വലിയ ഒരു സംഗീത സബര്യ ത്യാഗം. അതിന് എത്ര പേര് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയാൻ തരില്ല. ഇതോ ആർക്കും കാശ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ പൈസ ഈടാക്കിയിട്ടോ ഒന്നുമല്ല. അതൊരു വലിയ ത്യാഗത്തിൻ്റെ കഥ. അതിൻ്റെ പിന്നിൽ എച്ച് ഗണേഷ് അതുപോലെ മാന്യന്മാരെയുള്ള നല്ല കുറേ സംഘാടകരുണ്ടായിരുന്നു. നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അത് ത്യാഗം ചെയ്ത് പിടിച്ചു നിർത്തി. സോമശേഖരം അവരുടെയൊക്കെ ആത്മധൈര്യം, ആത്മവിശ്വാസം ഭഗവാന്റെ മുമ്പിൽ അത് മുടങ്ങാതെ 35 വർഷം പാടി കഴിച്ചു. ഇത് അവരുടെ 36 വർഷമാണെന്നാണ് പറയണം. മഹാ അത്ഭുതം തന്നെ, ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെ ഒരു വളർച്ച നമുക്ക് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്യും. അവരുടെ സത്പ്രവൃത്തി സോമശേഖർ പറഞ്ഞ പോലെ നല്ലതിന് നല്ലത് വരും. അതിനൊരു ഫീഡ്ബാക്ക് ഉണ്ട് എപ്പോഴായാലും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പണ്ട് ശബ്ദം പോയി ഭഗവാനെ ഉപവസിച്ചിരുന്നു. അദ്ദേഹത്തിന് കച്ചേരി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദം പോയി, മിണ്ടാൻ പറ്റണില്ല. വലിയ സങ്കടമായി. അദ്ദേഹം ഒരു കാലത്ത് വളരെ കച്ചേരികൾ നടത്തിയിരുന്ന ആളാണ്. ഒരു ദിവസം ശബ്ദമില്ല പാടാൻ. ഗുരുവായൂരപ്പൻ്റെ നടക്കി ചെന്നിരുന്ന് കരഞ്ഞു. എന്താ പറയേണ്ടതെന്ന് പിടിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ശബ്ദമില്ല അദ്ദേഹത്തിന്. വെങ്കലം പോലെയുള്ളൊരു നാദാണ് അദ്ദേഹത്തിൻ്റെ. ഒരാൾക്കും കിട്ടാത്തൊരു ശബ്ദമാണ്. ദാസേട്ടാ തന്നെ പറയണു, ഇത്ര ദൂരം വെച്ചാൽ സ്വാമി പാടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ തെറിച്ചു പോകുമെന്ന് പറയാം. അജാതി ഗെയിനാണ് വോയിസ് സ്വാമിക്ക്. ആ സ്വാമിയുടെ ശബ്ദം തീരെ കേൾക്കാനില്ല. സ്വാമി വല്ലാതെ അപ്സെറ്റായി. ഭഗവാനെ വലം വെച്ച് കൃഷ്ണ എന്നതിനെ മനസ്സിൽ പ്രാർത്ഥിച്ച് അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, തന്ത്രിയും അവരൊക്കെ പറഞ്ഞു, അങ്ങ് ഇവിടെ വെറുതെ ഇരിക്കും, ഭഗവാനെ വ്രതം എടുക്കും, ശരിയാവും, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. അങ്ങനെ അവിടെ വ്രതെടുത്ത് ഒരു ദിവസം സാന്ദ്രാനന്ദാവ ബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാ നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. കൃഷ്ണ ആ ശബ്ദം തിരിച്ചു കിട്ടിയെന്ന് പറയണം. അദ്ദേഹം അന്ന് തൊട്ട് 1500 രൂപ തികച്ച് കച്ചേരിക്ക് കിട്ടിയാൽ അവിടെ ഉദയാസ്തമന പൂജ ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ ആ കാലത്തിൽ ഉദയാസ്തമന പൂജ ഭഗവാൻ ചെയ്തിട്ടുള്ള ആളാണ് ചെമ്പൈ വൈദ്യനാഥ സ്വാമി. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന കർണാടക സംഗീത ആരാധനയിൽ ത്യാഗരാജസ്വാമികളുടെ തിരുവയ്യാറിൽ ത്യാഗരാജ ആരാധന കഴിഞ്ഞാൽ പിന്നൊരു ആരാധന ചെമ്പൈ സംഗീതോത്സവമാണ്. തെക്കുള്ള പല ആൾക്കാർക്കും വളരെയധികം വിഷമങ്ങളുണ്ട്. ഇങ്ങനെ ഒരാളുടെ കച്ചേരി ഒരു ഗുരുവായൂരിൽ അവിടെ ഒന്നും ആർക്കും നടന്നിട്ടില്ല. ചെമ്പയ്ക്ക് അതിന് കഴിഞ്ഞു. സാക്ഷാത് ഗുരുഭവനപുരി ഹന്തഭാഗ്യം ജനാനം. അതെപ്പോഴും പാടും അദ്ദേഹം. എല്ലാ കച്ചേരികളിലും അവസാനം പാടുന്നതാണ്.
അദ്ദേഹത്തിന് ആ ആത്മവിശ്വാസം കൊടുത്ത ആ ഭഗവാന്റെ നടക്ക് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. അതുകൊണ്ടൊരു ചെമ്പൈ സംഗീത കച്ചേരി ഉണ്ടായി. ഇത് ഞാൻ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ആളായിരുന്നു ചെമ്പൈ നാഥഭാഗവതർ. അതിനുശേഷം 35 വർഷം അവിടെ അഖണ്ഡ നാമ ജപം നടത്തിയിട്ടുള്ള ഒരു മഹത്തായ സംരംഭമാണ് നാദബ്രഹ്മം. അപ്പോൾ അതിന് ഭഗവാന്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു സത്പ്രവൃത്തിയാണ്, നാദോപാസനയാണ്. അദ്ദേഹം അത് കാണാതിരിക്കില്ല. അങ്ങനെ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനം അദ്ദേഹം അത് കൽപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ, എന്നെ ആദരിച്ചതിലല്ല, എന്നെ ഇവിടെ ഈ നാട്ടുകാർ ഇത്രയും കാലം നിലനിർത്തി തന്നെ ഒരു ആദരണമാണ്. അതുകൊണ്ടാണ് എനിക്ക് നിൽക്കാൻ തന്നെ പറ്റിയത്. അല്ലെങ്കിൽ പണ്ടേ ഇത് അവസാനിപ്പിച്ചു പോകേണ്ടതാണ്. വല്ലപ്പോഴും ഒരിക്കൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് 4 വരി പാടാൻ പറ്റുന്നത് അതുകൊണ്ടാണ്, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളില്ല, പാട്ടുകാരില്ല, ഒന്നുമില്ല, പാടാൻ വേദിയില്ല. എന്ത് പാടും, എവിടെ പാടും, ആരും കേൾക്കാനില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. സോ ഹന്തഭാഗ്യം ജനാനം ഭഗവാൻ.